അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന നാട്ടുമാവുകളെ തിരികെ കൊണ്ടുവരികയാണ് മലപ്പുറം കോട്ടപ്പുറത്തുകാർ. പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്തെ ഫാർമേഴ്സ് സർവീസ് സെന്റർ അഗ്രി ഫാമിൽ വിപുലമായ മാമ്പഴമേളയും തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. പല പേരുകളിലായി നാട്ടിൻപുറങ്ങളിൽ കണ്ടിരുന്ന മാമ്പഴ വൈവിധ്യം പതിയെ പടിയിറങ്ങി തുടങ്ങി. ഇവയെല്ലാം വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഒപ്പം വിവിധ നാട്ടുമാവുകൾ പരിചയപ്പെടുത്തുന്നുമുണ്ട്. നമ്മുടെ തൊടിയിൽ ഒരു നാട്ടുമാവ് ഉണ്ടെങ്കിൽ അത് നിന്ന് പഴുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും, അതോടൊപ്പം നമുക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ടോ ഉള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു വിഷമോ അടിക്കാത്ത രീതിയിലുള്ള ഒരു മാമ്പഴങ്ങൾ നമുക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട 2 ഇനങ്ങൾ മാങ്ങകളാണ്. ഒന്ന് ചന്ദ്രക്കാരൻ എന്ന് പറയും, അസലാണ്, വളരെ ചെറിയ ഫലങ്ങളായിരിക്കും, പക്ഷേ നല്ല സുഗന്ധവും നല്ല രുചിയുമുള്ള നാടൻ മാവിനങ്ങളാണ്. നാട്ടുമാങ്ങകളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ചെറിയ നാട്ടുമാങ്ങയിൽ തന്നെ ഒരുപാട് ഇനങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ മാവുകളായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം മാവുകളുടെ ബെഡ് ചെയ്ത തൈകൾ ഇറക്കിക്കൊണ്ട് അതിനെ പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 5 വർഷമായി ഒളോർ മാവ് സജീവമാക്കണമെന്നൊരു ശ്രമത്തിലേക്ക് പോയിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും പോയൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് തൈകൾ കൊണ്ടുപോയി കൃഷി ചെയ്ത മാവിൽ നിന്ന് ലഭിച്ച ഹൈബ്രിഡ് മാങ്ങകളും മേളയിലുണ്ടായിരുന്നു. പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊട്ടപ്പുറത്തെ ഫാർമേഴ്സ് സർവീസ് സെന്റർ അഗ്രി ഫാമിലാണ് പ്രദർശനമൊരുക്കിയത്. കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ TK സൈഫുന്നിസ, ബാങ്ക് പ്രസിഡന്റ് MP അബ്ദുറഹിമാൻ എന്നിവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, മലപ്പുറം.